കഴിഞ്ഞ മാസം ഷാർജയിൽ നടന്ന ഒരു ഫൈനാൻഷ്യൽ സെമിനാറിൽ ഏകദേശം 100ഓളം വരുന്ന പ്രവാസികൾ പങ്കെടുത്ത ഒരു ഫൈനാൻഷ്യൽ സെമിനാറിൽ അവരോട് എത്ര ആളുകൾ കൃത്യമായിട്ട് മാസം പണം സേവ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 100ൽ 1-2 ആളുകൾ മാത്രമാണ് പണം കൃത്യമായിട്ട് സേവ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു, ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ വെറും 1-2 ആളുകൾ മാത്രമാണ് കൃത്യമായിട്ട് മാസാമാസം കൃത്യമായൊരു തുക സേവ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി വരുന്ന 98% ആളുകളും ഓരോ മാസവും കൃത്യമായിട്ട് പണം സേവ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല, എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെ ഏവരുടെയും പ്രശ്നമാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനം വച്ച് എന്തുകൊണ്ട് സേവ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു. ആ കൂടിയിരുന്നവരിൽ 2000 ദിർഹം ശമ്പളമുള്ളവരുണ്ടായിരുന്നു, 20,000 ദിർഹം ശമ്പളമുള്ളവരുണ്ടായിരുന്നു. ഈ 2000 കിട്ടിയവരും 20,000 കിട്ടിയവരും ഒരേ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമ്പത്ത് സേവ് ചെയ്യുക എന്നുള്ളത് ഒരു തരം മൈൻഡ് സെറ്റാണ്. അത് പൈസ ഇല്ലാത്തതുകൊണ്ട് സേവ് ചെയ്യാത്തതല്ല, മറിച്ച് ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് നാം പോവാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു സാമ്പത്തികമായിട്ടുള്ള മണി സേവിങ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടത്? എപ്രകാരം നമുക്ക് മാറാൻ സാധിക്കും? ആ ഒരു മാനസികാവസ്ഥയെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അതല്ലെങ്കിൽ പണം നേടിയെടുക്കേണ്ട സേവ് ചെയ്യണമെന്നുള്ള ഒരു ബോധമുണ്ടല്ലോ, ആ ബോധത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും? ഞാൻ ആ പരിപാടിയിലുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന പണത്തിൽ നിന്നും ഒരു 20% നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ എല്ലാവരും പറഞ്ഞത് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആ കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം അവരുടെ ദൈനംദിന ജീവിത ചെലവുകൾക്ക് മതിയാവുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഉള്ള വലിയൊരു ജീവിതത്തിലാണ്, ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പണം നമുക്ക് മതിയാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയിൽ അല്ലെങ്കിൽ ശമ്പളത്തിൽ ഒരു 20% നിങ്ങൾക്ക് സാലറി ഹൈക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമോ ചോദിച്ചു, ഈ പൈസ, അല്ലെങ്കിൽ ഈ പൈസ നിങ്ങൾ മാറ്റി വെക്കുമോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതിലൊരു 5 പേര് കൈപൊക്കി, ഞങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ബാക്കി വരുന്ന 90%, 95% ആളുകളും പറഞ്ഞത് ഇല്ല, അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ കിട്ടിയിട്ട് വേറെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ നേടാനുണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, മനുഷ്യൻ്റെ ഒരു നേച്ചറാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്നാൽ ആയിക്കോട്ടെ, നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു 20% ശമ്പളം നിങ്ങൾക്ക് കുറയ്ക്കുകയാണ് നിങ്ങളുടെ ബോസ്, നിങ്ങൾ ഗൾഫ് വിട്ടു പോകുമോ എന്ന് ചോദിച്ചു. എത്ര ആളുകൾ ഗൾഫ് ജോലി നിർത്തി പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആരും പോവില്ല എന്നാണ് പറഞ്ഞത്. ഒരാൾ പോലും കൈവക്കില്ല. എല്ലാവരും പറഞ്ഞു, ഇല്ല, ഗൾഫ് വിട്ടു പോവില്ല, ഉള്ളതുകൊണ്ട് ഇവിടെ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടുന്നതൊരു 10,000 രൂപ ശമ്പളമാണെങ്കിൽ അതിൽ നിന്നും ഒരു 20% കുറഞ്ഞ് 8,000 ദിർഹമായാലും അവരിവിടെ ജീവിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും, ഞങ്ങളുടെ കുടുംബത്തിനെ വിളിച്ചറിയിക്കും, ഞങ്ങളുടെ ജീവിതത്തിലെ ചിലവുകളെ നമ്മൾ ചുരുക്കും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങി ജീവിക്കാൻ അറിയാം അല്ലേ? ഇതല്ലേ നമ്മുടെ അവസ്ഥ? നമുക്ക് 20% കുറഞ്ഞാൽ ജീവിക്കാൻ അറിയാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നൊരു കാര്യം തീരുമാനിക്കുക, അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും 20% നിങ്ങളുടെ ബോസ് കട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് വിചാരിക്കുക. അതിനനുസരിച്ച് മനസ്സിനാണ് പ്രിപ്പയർ ചെയ്യുക, കുടുംബത്തിനേക്കാണ് വിളിച്ച് പറയുക. എന്നിട്ട് ആ പൈസ ശമ്പളം കിട്ടിയ ആദ്യം തന്നെ അതിൽ നിന്നും കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു 20% നേരെ നീക്കി വെക്കുക. ആ നീക്കി വെച്ച പൈസ ഒരു 6 മാസം
നീക്കി വെച്ച് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം പിന്നീട് വരുന്ന പൈസ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പതിയെ പഠിച്ചു തുടങ്ങും. നമുക്ക് പണം സേവ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് കിട്ടുന്ന പണം തികയാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മളങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പണം സേവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ടും സേവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ടുമാണ്. പണം സേവ് ചെയ്യാൻ സാധിക്കാത്തത് നമുക്കതിനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ടല്ല, അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് നേടാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ കഥ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ 1 or 2 പ്രാവശ്യം വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. കാരണം ഫൈനാൻഷ്യൽ ഫ്രീഡം നേടുന്നതിലേക്ക് നടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പൈസ സേവ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അത് ഉണ്ടാകാത്ത ഒരാൾക്കും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നടക്കാൻ സാധിക്കില്ല. ആയതിനാൽ പണം എങ്ങനെ സേവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ചിലവുകളെ ചുരുക്കി ഭാവിയിൽ വരുമാനം വർദ്ധിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അത്തരം കാര്യങ്ങളിൽ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ കരിയറോ ജോലിയോ ബിസിനസ്സോ ഗ്രോ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ വരുമാനം കൂട്ടി കൂടുതൽ പണം സേവ് ചെയ്ത് അത് നിക്ഷേപത്തിലേക്ക് എത്തിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നടക്കാൻ സാധിക്കും. പണം സേവ് ചെയ്ത് എമർജൻസി ഫണ്ടുകളെല്ലാം റെഡിയാക്കി ബാക്കി വരുന്ന പൈസ ഏത് വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയുമായി അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.